Welcome to Plus One Exam Package Part 28. Free fall. Questions from free fall. 121. A stone is dropped from a height. If v is the velocity of the stone, x below from the starting point, what is the equation connecting x, v and t, the time of fall through x? ഒരു ഹൈറ്റിൽ നിന്ന് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു. എക്സ് ഡിസ്റ്റൻസ് വീണ് കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി വി ടൈം ടി. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ദറ്റ് ഈസ് എക്സ് ഈക്വൽസ് യു പ്ലസ് വി ബൈ 2 ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടി. ഇവിടെ യു സീറോയാണ്, ഡ്രോപ്പ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ യു സീറോയാണ്. ചുരുക്കത്തിൽ എക്സ് ഈക്വൽ ആവറേജ് വെലോസിറ്റി ഈസ് 0 പ്ലസ് വി ബൈ 2 ഓർ വി ബൈ 2 ഇൻറ്റു ടി. v by 2 average velocity. So x equals average velocity in v by 2 into t. This is the relation connecting x, v and t. അത്രേ ഉള്ളൂ. Question number 122. The position of a body dropped from a height is expressed by the equation x equals at, capital A into t, where A represents the average velocity during the distance of fall x. They draw the graph between x and t. ഇപ്പോൾ എക്സ് ഈക്വൽസ് 80 എന്ന് തന്നിട്ടുണ്ട്. ഇതൊറ്റ കാഴ്ചയിൽ ഒരു ലീനിയർ ഇക്വേഷനാണ്, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നൊരു തെറ്റിദ്ധാരണ വരും. പക്ഷെ അങ്ങനെ അല്ല. ഇവിടെ എക്സ് ഈക്വൽസ് 80 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ് വന്നിരിക്കുന്നത് നേരിട്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ആശയം തലേ വരും. നമുക്കറിയാം ഡ്രോപ്പ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ യു സീറോയാണ്. വി ഈക്വൽസ് വെലോസിറ്റി വെൻ ആഫ്റ്റർ എസ് ഈക്വൽസ് എക്സ്. എക്സ് ദൂരം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് വി. എങ്കിൽ ഈ ക്വസ്റ്റിനിൽ കാണുന്നത് ആവറേജ് വെലോസിറ്റിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എ ഈക്വൽസ് യു പ്ലസ് വി ബൈ 2, 0 പ്ലസ് വി ബൈ 2 ഓർ വി ബൈ 2. അങ്ങനെയുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം, എസ് ഈസ് ആവറേജ് വെലോസിറ്റി. സോ എക്സ് ഈക്വൽസ് വി ബൈ 2 ഇൻറ്റു ടി. പക്ഷേ നമുക്കറിയാം വി ഈക്വൽസ് യു പ്ലസ് എ ടി. യു സീറോയാണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ജിയാണ്. ചുരുക്കത്തിൽ വി ഈക്വൽ ജി ടി. ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ എക്സ് ഈക്വൽസ് ജി ടി ബൈ 2 ഇൻറ്റു ടി ഓർ ഹാഫ് ജി ടി സ്ക്വയർ. ഇപ്പോൾ ഇക്വേഷൻ എക്സിൻ്റെ ഫസ്റ്റ് പവറും ടിയുടെ സെക്കൻഡ് പവറുമാണ്. ഇത് പരാബോളയുടെ ഇക്വേഷനാണ്. സോ എക്സ് പൊസിഷൻ ടൈം ഗ്രാഫ് ഹിയർ ഈസ് എ പരാബോള. That is the answer. Question number 123. Which of the graphs given below represents the motion of a body
dropped from a height. ഇത് രണ്ടും പരാബോളയാണ്. ഇതിൽ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ബോഡിയുടെ മോഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഇതിൽ ഏത് പരാബോള എടുക്കണം, രണ്ടും എടുക്കാമോ, ഇതാണ് ചോദ്യം. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ ഞാൻ ഈ രണ്ട് പരാബോള, ആദ്യത്തേത് ഇങ്ങനെ കോൺവെക്സ് അപ്വേർഡായിട്ടാണ് വരുന്നത്. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫായത്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റിയാണ് x/t. എപ്പോഴും വെർട്ടിക്കൽ ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ആക്സിസിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ x/t അത് തീർച്ചയായിട്ടും വെലോസിറ്റിയാണ്. അപ്പോൾ t1 എന്ന് പറയുന്ന ടൈമിൽ വെലോസിറ്റി എത്ര ആണെന്നറിയാൻ ഈ t1ലെ ടാൻജൻറ്റ് വരയ്ക്കണം. t1ലെ ടാൻജൻറ്റ് ഇത്, അതിൻ്റെ സ്ലോപ്പ് ആണ് t1 ടൈമിലെ വെലോസിറ്റി. കുറേ കൂടെ സമയം കഴിയുമ്പോൾ t2 എന്ന് പറയുന്ന സമയത്തെ വെലോസിറ്റിയാണ്. ഇത് കയറുവാകുമ്പോൾ പല ഡയറക്ഷനിലാണ് ടാൻജൻറ്റ് വരുന്നത്. ടൈം t2 ആയിരിക്കുമ്പോൾ ടാൻജൻറ്റ് ഇതാ ഫിഗർ ലൈൻ നമ്പർ 2. t3 ടൈമിലെ ടാൻജൻറ്റ് 3ആണ്. അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് ഈ ടാൻജൻറ്റ് ഇങ്ങനെ ചരിയുക എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിക്കൊണ്ടിരിക്കുക, ടൈം ആക്സിസിന് പാരലാകുക. ടൈം ആക്സിസിന് അല്ലെ ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലാകുമ്പോൾ സ്ലോപ്പ് 0ആണ്. ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ സ്ലോപ്പ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ സ്ലോപ്പ് ലൈൻ ഇങ്ങനെ ചരിഞ്ഞ് ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലാകുക, സ്ലോപ്പ് കുറഞ്ഞു വരിക, ഇൻഫിനിറ്റിയിൽ നിന്നും കുറഞ്ഞ് വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ t1 എന്ന് പറയുന്ന ടൈമിലെ സ്ലോപ്പ് ഇത് 1, ഇതാ ടാൻജൻറ്റ്. t2 ടൈം എടുത്തു കഴിഞ്ഞാൽ ഇതാ സ്ലോപ്പ് ലൈൻ ടാൻജൻറ്റ്. t3 എടുത്തു കഴിഞ്ഞാൽ ഇതാ ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കൂടിക്കൂടി വരിക, മനസ്സിലായല്ലോ. അപ്പോൾ കോൺവെക്സ് അപ്പായിട്ടാ കർവ് വരുന്നെങ്കിൽ സ്ലോപ്പ് കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫ്രീ ഫോൾ അതിൻ്റെ വെലോസിറ്റി അവിടുത്തെ സ്ലോപ്പ്. അപ്പോൾ താഴോട്ട് വരുംതോറും വെലോസിറ്റി കുറഞ്ഞു വരുന്നു എന്നാണ് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് ശരിയല്ലല്ലോ, വെലോസിറ്റി കൂടിയല്ലേ വരുന്നത്. അപ്പോൾ അത് സ്യൂട്ടബിളാകുന്നത് കർവ് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഗ്രാഫ് ഈസ് ദിസ് ബി ആണിവിടെ സ്യൂട്ടബിളായിട്ടുള്ള കർവ്. ഇത് മനസ്സിൽ നിൽക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 124. Two balls A and B are thrown vertically up simultaneously from the top of a tower 150 meter high at speeds 20 meter per second and 40 meter per second. ഞാൻ ഒന്നുകൂടെ വായിക്കാം. Two balls A and B are thrown vertically up simultaneously from the top of a tower 150 meter high at speeds 20 meter per second and 40 meter per second respectively. Find equations for the position of B relative to that of
എ. രണ്ട് ബോള് എയും ബിയും ഒരു ടവറിൻ്റെ 150 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും വെർട്ടിക്കലി അപ്പ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഒരേ സമയം ഒന്നിച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഒന്നിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ ബിയുടെ 40 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ പൊസിഷൻ ഓഫ് ബി റിലേറ്റീവ് ടു എ ആണ് കാണേണ്ടത്. അതായത് നമുക്കറിയാം, മുകളിലോട്ട് എറിയുന്ന കല്ലെന്ന് പറയുമ്പോൾ അല്ലെ വസ്തു എന്ന് പറയുമ്പോൾ എസ് ഈക്വൽസ് യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അതാ ഇക്വേഷൻ. എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനിഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണ്, ഇനിഷ്യൽ വെലോസിറ്റിക്ക് എതിരാ ജി, അപ്പോൾ അത് മൈനസ് എന്ന് എടുക്കണം. ഇനിഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാണ് അതിനെതിരെ ഉള്ള വെക്റ്റർ ക്വാണ്ടിറ്റി എല്ലാം നെഗറ്റീവ് എന്നെടുക്കണം. അതിൻ്റെ ഡയറക്ഷനിലുള്ള വെക്റ്റർ എല്ലാം പ്ലസ് എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ ജി താഴോട്ട യു മുകളിലോട്ട, അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള മൈനസ് എ ജി ആ ഇവിടെ. അപ്പോൾ എസ് ഈക്വൽസ് യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ എസ് ഈക്വൽസ് യു ടി ഈ ഫ്രീ ഫോളിൻ്റെ കേസിൽ ഇതായി ക്വസ്റ്റൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്ന ബോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് എ എന്നിരിക്കട്ടെ. എക്സ് എ ഈക്വൽസ് അതിൻ്റെ യു 20 ആണ്, 20t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതുപോലെ ബിയുടെ എടുക്കുമ്പോൾ എക്സ് ബി ഈക്വൽസ് യു 40t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എങ്കിൽ പൊസിഷൻ ഓഫ് ബി റിലേറ്റീവ് ടു എ എന്ന് പറഞ്ഞാൽ എക്സ് ബി മൈനസ് എക്സ് എ. എയും ബിയും തമ്മിലുള്ള ദൂരമാണ്, അകലമാണ് ഇവിടെ. ദാറ്റ് ഈസ് എക്സ് ബി മൈനസ് എക്സ് എ. എക്സ് ബി മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ ഹാഫ് ജി ടി സ്ക്വയർ ഇങ്ങനെ ക്യാൻസൽ ചെയ്യും. മൈനസ് ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. ഇപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ, അപ്പോൾ ഇതങ്ങ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇട്ട് 40t മൈനസ് 20t, ദാറ്റ് ഈസ് 20t. Look at the xb minus xa equals 20t. ഇതാണ് relative position of ഉള്ള equation. This is a first degree equation in time. അപ്പോൾ എക്സ് ബി മൈനസ് എക്സ് എയും ടിയും കൂടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഇനി അത് ഫൈൻഡ് ഇക്വേഷൻസ് ഓഫ് പൊസിഷൻ ഓഫ് ബി. ഒരു ഇക്വേഷൻ കൂടെ എടുക്കാം. ഇതിൽ ചെറിയ സ്പീഡിൽ എറിഞ്ഞ കല്ലാണ് ബോൾ ആദ്യം ഗ്രൗണ്ടിലെത്തും. അപ്പോൾ എ ആണ് ആദ്യം ഗ്രൗണ്ടിൽ വരുന്നത്. ഗ്രൗണ്ടിലെത്തിക്കഴിയുമ്പോൾ ബി എവിടെയാണെന്ന് നമുക്ക് എവിടെയെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല, അത് വളരെ കൂടെ ഉയരം പോയിട്ടേ വരൂ. ഇനിഷ്യൽ സ്പീഡ് കൂടുതലല്ലേ. അപ്പോൾ എ ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിൻ്റെ എസ് എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ് വാല്യൂ ഡിസ്പ്ലേസ്മെൻറ്റ് -150 ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അപ്പോൾ എയുടെ ഗ്രൗണ്ടിലെ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ എക്സ് ഇവിടെ എക്സ് നമ്മുടെ സിമ്പൽ എക്സ് ഈസ് -150. താഴോട്ടല്ലേ എസ് വന്നിരിക്കുന്നത്, -150. അപ്പോൾ നമുക്ക് after when B reaches at the moment B reaches the foot of the tower, xa equals -150 meter. xb എന്ന് പറഞ്ഞാൽ അത് എത്രയെങ്കിലും ആകാം, 40t മൈനസ് ഈ ടൈമിനനുസരിച്ച് ആ സമയത്ത് ആ ടി വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എക്സ് ബി ഇങ്ങനെ എഴുതിയാൽ മതി, 40t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. എങ്കിൽ റിലേറ്റീവ് പൊസിഷൻ എക്സ് ബി മൈനസ് എക്സ് എ, ഇതിന് ഇത് കുറയ്ക്കണം. അപ്പോൾ 40t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ മൈനസ് ഓഫ് -150, ഇതിന് ഇത് കുറയ്ക്കുക. അപ്പോൾ ഇത് +150 ആവും. ഓർ എക്സ് ബി മൈനസ് എക്സ് എ ഈക്വൽസ് 150 പ്ലസ് 40t. ഇത് 150 ഇത് പ്ലസ് ആദ്യം എഴുതി 150 പ്ലസ് 40t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും
അറിഞ്ഞു വെക്കുക. ഇതിപ്പോൾ ഇതുപോലെ ചോദിക്കണമെന്നൊന്നുമില്ല, ഞാനിത് ഇതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഇതിപ്പോൾ ഒരു പരാബോളയുടെ ഇക്വേഷനാണ്, സെക്കൻഡ് ഓർഡർ ഇക്വേഷനായത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ അത് പരാബോളയുടെ ഇക്വേഷനാണ്. ആദ്യത്തേത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനായിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ വരും, O to P സ്ട്രെയിറ്റ് ലൈനാണ്. എ എന്ന് പറയുന്ന ബോൾ ഗ്രൗണ്ടിലെത്തുന്നതിന് മുമ്പുള്ള സന്ദർഭം നമ്മൾ കണ്ടു, 20t XP - XA = 20t എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഗ്രാഫ് ഇക്വേഷന് 20 ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ OP. അത് കഴിഞ്ഞ് എ ഗ്രൗണ്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒരു പരാബോളയുടെയാണ്. അപ്പോൾ ഇത് പരാബോളയുടെ പാർട്ടായിട്ട് വരും. അപ്പോൾ ഇതാണ് XP - XAയും ടൈമും കൂടുള്ള ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 125. എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ് ഈസ് ഡീസിലറേറ്റഡ് ആൻഡ് ആക്സിലറേറ്റഡ് at the rate equal in magnitude. മുകളിലോട്ട് എറിയുന്നൊരു കല്ല്, അത് മുകളിലോട്ട് പോകുമ്പോൾ റിട്ടാർഡേഷനാണ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവാണ്, -G. താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ +G. അപ്പോൾ രണ്ട് കേസിലും മാഗ്നിറ്റ്യൂഡ് G തന്നെയാണ്. ഇവിടെ ചോദ്യം, ഈസ് ദർ എനി ചേഞ്ച് വെൻ എയർ റെസിസ്റ്റൻസ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്? നമ്മൾ എയർ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ള കണക്കിലാണ് ഈ ഫ്രീ ഫോളിൻ്റെ ഇക്വേഷനൊക്കെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള -Gയുടെയും താഴോട്ട് വരുമ്പോൾ ഉള്ള +Gയുടെയും കൂടെ മാഗ്നിറ്റ്യൂഡ് G തന്നെയാണ്. ദറ്റ് ഈസ് സെയിം റേറ്റ് അറ്റ് വിച്ച് വെലോസിറ്റി ചേഞ്ചസ്. ഈ എയർ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് താഴോട്ടേ വരും. എപ്പോഴും എയർ റെസിസ്റ്റൻസ് വിസ്കസ് ഫോഴ്സും ഒക്കെ മോഷനെതിരാണ്. അപ്പോൾ കല്ല് മുകളിലോട്ട് പോകുമ്പോൾ എയർ റെസിസ്റ്റൻസ് താഴോട്ടാണ്, ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടാണ്. അപ്പോൾ ഈ എറിഞ്ഞ കല്ലിൽ അല്ലെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ആക്സിലറേഷൻ G+A എന്നെടുക്കണം, വിത്ത് -സൈൻ, -G+A. കാരണം എയർ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷന് വിത്ത് ഗ്രാവിറ്റിയും ഒരേ ഡയറക്ഷനിലാണ്. മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ റേറ്റിലാണ് വെലോസിറ്റി കുറയുന്നത്. അപ്പോൾ -G+A എന്ന് വരും. മാഗ്നിറ്റ്യൂഡ് എടുത്താൽ G+A -G+A. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ G+A. കല്ല് താഴോട്ട് വരുമ്പോൾ എയർ റെസിസ്റ്റൻസ് മുകളിലോട്ടാണ്, ഗ്രാവിറ്റി താഴോട്ടാണ്. അപ്പോൾ ഈക്വൽ എഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G-A എന്ന് വരും. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് മാഗ്നിറ്റ്യൂഡ് G-A. മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് G+A. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും, താഴോട്ട് വരുമ്പോൾ അത്രയും റേറ്റിൽ സ്പീഡ് കുറയില്ല. ദറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ഈ ഫിഗർ വരച്ച് കാണിച്ചാൽ മതി. വെൻ ദി ബോഡി ഈസ് മൂവിങ് അപ്പ്, ആക്സിലറേഷൻ due to gravity and acceleration produced by air resistance are in the same direction. So speed decreases at a faster rate. But when this body falls down, air resistance is up, gravity is down. So net acceleration is G-A. പക്ഷേ ഈ എ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് അല്ല, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി. അതൊന്നും നമുക്ക് ഇവിടെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. കാരണം സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുക റെസിസ്റ്റൻസ്. അപ്പോൾ G-A ആവും. അതുകൊണ്ട്
മുകളിലോട്ട് പോകും, സാധാരണ ഇത് മുകളിലോട്ട് പോകുന്നതിനും താഴോട്ട് വരുന്നതിനും ഒരേ സമയമാണ് ഫ്രീ ഫോളിൻ്റെ കേസ്. ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ റിട്ടാർഡേഷൻ കൂടുതലാണ്, G+A. താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ കുറവാണ്. അപ്പോൾ മുകളിലോട്ട് പെട്ടെന്ന് ഹയസ്റ്റ് പോയിൻ്റ് ചെല്ലും, വെലോസിറ്റി പെട്ടെന്ന് അങ്ങ് 0 ആകും. റിട്ടാർഡേഷൻ കൂടുതലല്ലേ. താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ കുറവാണ്. അപ്പോൾ കൂടുതൽ സമയം എടുക്കും. മുകളിലോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ സമയം താഴോട്ട് വരാൻ എടുക്കും. If air resistance is present, we will see the next posting. Thank you.